അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനം വാഷിംഗ്ടണിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇലക്ടറൽ കോളേജ് വോട്ടുകൾ സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം ജോ ബൈഡനെ പ്രസിഡന്റായി പ്രഖ്യാപിക്കും. പ്രഖ്യാപനത്തെ എതിർക്കുമെന്ന നിലപാടിലാണ് റിപ്പബ്ലിക്കൻ സെനറ്റർമാർ ഇപ്പോഴും. അതിനിടെ വാഷിംഗ്ടണിൽ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ വൻ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഡോക്ടർ കെ അരുൺകുമാർ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺകുമാർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, വളരെ ശ്രദ്ധേയമാണ്. അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന്റെ ഒരു നിർണായക ദിവസമാണ് ജനുവരി 6 എന്നുള്ളത്. അമേരിക്കൻ ഭരണഘടനയിൽ തന്നെ ജനുവരി 6-ാം തീയതിയാണ് ഇതുവരെ ഓരോ സംസ്ഥാനങ്ങളിലെയും ഇലക്ടറൽ കോളേജിലെ വോട്ടുകൾ ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തുന്ന ദിവസം. ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിലാണ് ഓരോ സംസ്ഥാനത്തു നിന്നും ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ചിരിക്കുന്ന ഇലക്ടറൽ കോളേജ് വോട്ടുകൾ സാക്ഷ്യപ്പെടുത്തുക. ഈ സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് വിജയെ ഔദ്യോഗികമായി അമേരിക്കൻ കോൺഗ്രസ്, അതായത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് എന്ന താഴ്ന്ന സഭയും സെനറ്റ് എന്ന ഉപരിസഭയും ചേർന്ന് ഒരുമിച്ച് നടത്തുന്ന ഈ സംയുക്ത സമ്മേളനത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. ഇങ്ങനെ 46-ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായി ഇപ്പോൾ ജോ ബൈഡനെ പ്രഖ്യാപിക്കാനാണ് നിലവിലുള്ള ഇലക്ടറൽ കോളേജ് വോട്ടുകൾ പ്രകാരം അമേരിക്കൻ കോൺഗ്രസ് തയ്യാറാവുക. പക്ഷേ ഈ ഘട്ടത്തിൽ ചില നാടകീയമായ നിമിഷങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, വാഷിംഗ്ടൺ DC-യിൽ നടക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ ഡെമോക്രാറ്റുകളുടെ റാലി. ആ റാലിയിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് ഞാൻ പരാജയം സമ്മതിക്കാൻ തയ്യാറല്ല എന്നാണ്. മാത്രവുമല്ല, മൈക്ക് പെൻസ് എന്ന റിപ്പബ്ലിക്കൻ വൈസ് പ്രസിഡന്റിന് അമേരിക്കയിലെ ഈ അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനം അധ്യക്ഷം വഹിക്കുന്ന സാഹചര്യത്തിൽ ഈ റിസൾട്ടിനെ തള്ളിക്കളയാൻ കഴിയുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ മൈക്ക് പെൻസിന് അമേരിക്കൻ ഭരണഘടനയുടെ 12-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇത്തരത്തിൽ ഇലക്ടറൽ കോളേജ് വോട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റിന് തന്റെ അധികാരം ഉപയോഗിച്ച് ആ വോട്ടുകൾ നിരാകരിക്കാൻ കഴിയില്ല. അതിനുള്ള അവകാശം അമേരിക്കൻ കോൺഗ്രസിനാണ്. പക്ഷേ അമേരിക്കൻ കോൺഗ്രസിന് നിലവിലുള്ള സാഹചര്യത്തിൽ ഓരോ ഗവർണർമാരും ഓരോ സംസ്ഥാനങ്ങളും ഇലക്ടറൽ കോളേജിലെ വോട്ടുകൾ തെരഞ്ഞെടുത്തയച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും അതിനെ നിരാകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും നിയമപരമായ ചോദ്യം. ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്കൻ കോൺഗ്രസിലെ ഈ സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവും പ്രത്യേക ചേംബറുകളായിട്ട് കൂടി ഈ ഒബ്ജക്ഷനുകൾ പരിഗണിക്കും. ആ ഒബ്ജക്ഷനുകൾ പരിഗണിച്ചതിനു ശേഷം ഇലക്ടറൽ കോളേജ് വോട്ടുകളിൽ യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ ഏകദേശം 2 മണിക്കൂറിനകം തന്നെ അമേരിക്കയുടെ 46-ാമത്തെ പ്രസിഡന്റായി ജോ ബൈഡനെ അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനം പ്രഖ്യാപിക്കും. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന സൂചന പ്രകാരം അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ ഇപ്പോൾ അരിസോണയിൽ നിന്നുള്ള ഒരു സെനറ്റർ, റിപ്പബ്ലിക്കൻ സെനറ്ററും ഒപ്പം ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിലെ ഒരംഗവുമാണ് ഒബ്ജക്ഷൻ റേസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒബ്ജക്ഷൻ റേസ് ചെയ്താൽ ഉടൻ തന്നെ ആ സംസ്ഥാനത്തിലെ ഇലക്ടറൽ കോളേജ് വോട്ടുകൾ കൃത്യമായ രീതിയിലാണോ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന വിഷയത്തിൽ ഇരു സഭകളും വെവ്വേറെ ചർച്ച നടത്തും. അതിനുശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. അതിനുശേഷം അടുത്ത സംസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഒബ്ജക്ഷൻ ഒരു റിപ്പബ്ലിക്കൻ സെനറ്ററും ഒരു റിപ്പബ്ലിക്കൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് അംഗവും ഉയർത്തുകയാണെങ്കിൽ വീണ്ടും ആ സംസ്ഥാനത്തിന്റെ വിഷയത്തിൽ സംയുക്ത സമ്മേളനം ചർച്ച നടത്തും. ഈ ചർച്ചകളെല്ലാം നടത്തുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ റണ്ണിംഗ് മേറ്റായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനായ മൈക്ക് പെൻസ് ആണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്ന് അല്പസമയം മുമ്പ് അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ മൈക്ക് പെൻസ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താൻ തിരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റാണ്, അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാൻ താനില്ല, ഏതെങ്കിലും തരത്തിൽ നിയമത്തെയോ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെയോ റിവേഴ്സ് ചെയ്യാൻ താൻ ഒരുക്കമല്ല എന്നാണ്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു വാചകം, അമേരിക്കൻ പ്രസിഡന്റ് ഈസ് ദ റിസൾട്ട് ഈസ് ഗോയിങ് ടു ദ പീപ്പിൾ. ജനങ്ങളിലേക്ക് ചെല്ലേണ്ട ഫലമാണ്, ജനങ്ങളുടേതാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽഷിപ്പ് എന്നുള്ളത്. അക്കാര്യത്തിൽ താനൊരു വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിൽ ഇതിനെ അട്ടിമറിക്കാൻ താൻ ശ്രമിക്കുന്നില്ല എന്ന് മൈക്ക് പെൻസ് പറയുകയും ചെയ്തു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ, ഒരു കാസ്റ്റിംഗ് വോട്ട് വേണ്ടി വരുന്ന ഘട്ടത്തിൽ മൈക്ക് പെൻസിന് ആ വിഷയത്തിൽ ഇടപെടാൻ കഴിയും. എന്നാൽ നിലവിലുള്ള സൂചന പ്രകാരം അതിനുള്ള സാധ്യതകളൊന്നുമില്ല. ഏറിപ്പോയാൽ 1 മണിയോടുകൂടി, അമേരിക്കൻ സമയം 1 മണിയോടുകൂടി പ്രഖ്യാപിക്കേണ്ട ഈ 46-ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ പ്രഖ്യാപിക്കേണ്ട ആ ചടങ്ങ് മാത്രം അല്പം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. 1-2 മണിക്കൂർ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നിർണായകമായ കീ സ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന ഈ പറയുന്ന ജോർജിയയിലും അരിസോണയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വോട്ടുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഒബ്ജക്ഷൻ ഉള്ളത്. ആ സംസ്ഥാനങ്ങളിലെ ഒരു സെനറ്ററും ഒരു ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവും കൂടി ഒബ്ജക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ ചർച്ച
ചർച്ച നടക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ 46ാമത്തെ പ്രസിഡന്റായി ജോ ബൈഡനെ പ്രഖ്യാപിക്കുന്ന ചടങ്ങ് നീണ്ടുപോകും എന്നതിൽ കവിഞ്ഞ കാര്യമായിട്ടൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇപ്പോഴും റിപ്പബ്ലിക്കൻ അനുകൂലികൾ ഇത്തരത്തിൽ വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു അവസാന മണിക്കൂറുകളിൽ. അതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ DC-യിൽ ഒരു വലിയ റാലി നടക്കുകയും ചെയ്തു. ഉന്മേഷ്, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സംയുക്ത സമ്മേളനം അമേരിക്കൻ കോൺഗ്രസിന്റെ നടക്കുന്ന ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് അമേരിക്കയിലെ സെനറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ജോർജിയയിൽ നിന്നുള്ള ഒരു അട്ടിമറി വിജയം ഇപ്പോൾ ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായി വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ ജോർജിയ എണ്ണുന്നതിന് മുൻപ് അമേരിക്കയിൽ റിപ്പബ്ലിക്കൻസിന് 2 സെനറ്റ് അംഗങ്ങളുടെ ഭൂരിപക്ഷം കൂടുതലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന പ്രകാരം ജോർജിയയിൽ നിന്നുള്ള 2 സെനറ്റ് സീറ്റുകളും ഇപ്പോൾ ഡെമോക്രാറ്റുകൾക്കാണ് പോകുന്നത്. ഒന്ന് റഫേൽ വാർനോക്ക് എന്ന ജോർജിയയിൽ നിന്നുള്ള ആദ്യത്തെ ബ്ലാക്ക് അമേരിക്കൻ സെനറ്റിലേക്ക് എത്തുന്നു. ഇത് ഡെമോക്രാറ്റുകളെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. ഈ റഫേൽ വാർനോക്ക് വരുന്നതോടുകൂടി അമേരിക്കൻ കോൺഗ്രസിലെ സെനറ്റിലുള്ള ഡെമോക്രാറ്റുകളുടെ ഭൂരിപക്ഷം 49 ഉയരും. നിലവിൽ 51-49 എന്ന നിലയിലാണ്. പക്ഷേ രണ്ടാമത്തെ ജോർജിയയിലെ സെനറ്റ് അംഗം ആയി വരാൻ സാധ്യതയുള്ളത് ഈ ഘട്ടത്തിൽ ജോൺ ഓസഫ് ആണ്. നിലവിലുള്ള ഏറ്റവും ഒടുവിലത്തെ ഫലസൂചന വരുമ്പോൾ ജോൺ ഓസഫ് 51% വോട്ടുകൾ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജോർജിയയിൽ നിന്ന് 2 ഡെമോക്രാറ്റുകൾ സെനറ്റിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ റാഫേൽ വാർനോക്ക് ഇതിനകം വിജയിച്ചു. ജോൺ ഓസോഫും കൂടി എത്തുന്നതോടുകൂടി 50-50 എന്ന നിലയിലായിരിക്കും സെനറ്റിന്റെ അവസ്ഥ. അതായത് ജനുവരി മാസം 20-ാം തീയതി അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡനും വൈസ് പ്രസിഡന്റായി കമലാ ഹാരിസും എത്തുമ്പോൾ സെനറ്റിൽ ഡെമോക്രാറ്റുകൾക്ക് മേധാവിത്വം ഉണ്ടാവും. കാരണം വൈസ് പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടിനുള്ള അവകാശമുണ്ടാവും. ഇപ്പോൾ 50-50 എന്ന നിലയിലാണ്. ഈ ജോൺ ഓസോഫിന്റെ കൂടി വിജയം ഉറപ്പിക്കുകയാണെങ്കിൽ ജോർജിയയിലെ ഡെമോക്രാറ്റുകളുടെ സ്ഥാനം അങ്ങനെ വന്നാൽ ജോ ബൈഡന് 46ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായി ഒരു ഈസി ടൈം ആയിരിക്കും ലഭിക്കുക. കാരണം അമേരിക്കയിലെ സെനറ്റിന്റെ അധികാരം വളരെ വിശാലമാണ്. സെനറ്റോറിയൽ കർട്സി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ തന്നെയുണ്ട്. ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് എടുക്കുന്ന ഒരു തീരുമാനത്തെ നള്ളിഫൈ ചെയ്യാനുള്ള അവകാശം, ഇംപീച്ച് ചെയ്യാനുള്ള ഒരു അവകാശം ഈ US സെനറ്റിനുണ്ടാവും. ആ സെനറ്റ് അങ്ങനെ തള്ളിക്കളയുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് വീണ്ടും അത്തരമൊരു പോളിസിയുമായിട്ട് മുന്നോട്ട് പോകുക സാധ്യവുമല്ല. നിയമനങ്ങളുടെ കാര്യത്തിലടക്കം സെനറ്റിന് ഇടപെടാൻ സാധിക്കും. ഇങ്ങനെ 50-50 എന്ന തുല്യമായ നിലയിൽ എത്തുമ്പോൾ സ്വാഭാവികമായും കമലാ ഹാരിസിന്റെ കാസ്റ്റിംഗ് വോട്ടോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് സെനറ്റിന്റെ അംഗീകാരം ലഭിക്കും. അതോടുകൂടി വലിയ രീതിയിലുള്ള പോളിസികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഡൊണാൾഡ് ട്രംപിന് സാധിക്കും. പ്രത്യേകിച്ച് മൈഗ്രേഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ ശ്രദ്ധേയമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം 6 സംസ്ഥാനങ്ങളിലെങ്കിലും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവുമാരും ഒപ്പം റിപ്പബ്ലിക്കൻ സെനറ്റർമാരും ഇത്തരത്തിൽ 6 സംസ്ഥാനങ്ങളുടെയും ഫലങ്ങളെ ഒബ്ജക്റ്റ് ചെയ്യുന്നുവെന്നാണ്. ഇതിന്റെ ഒരു രാഷ്ട്രീയം എന്നുള്ളത് ഈ ഡെമോക്രാറ്റുകളെ ഈ റിപ്പബ്ലിക്കൻസ് അടുത്ത 2024 നടക്കാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനമോഹികൾ കൂടിയാണ്, പ്രത്യേകിച്ച് സെനറ്റിലുള്ളവർ. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ടും ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായി, റിപ്പബ്ലിക്കൻ അനുകൂലമായി ഒബ്ജക്ഷൻ റേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ഈ ഫലത്തെ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. അല്പസമയം കൂടി അമേരിക്കയുടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തെ നീട്ടിക്കൊണ്ടു പോകാമെന്നല്ലാതെ ഇത്തരത്തിലുള്ള തടസ്സവാദങ്ങൾക്ക് ഒരു തരത്തിലുള്ള നിയമസാധുതയുമില്ല എന്ന് അമേരിക്കൻ ഭരണഘടനയുടെ 12ാമത്തെ ഭേദഗതി തന്നെ കൃത്യമായി പറയുന്നു. കാരണം ഇതിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം ഏറെക്കുറെ സെറിമോണിയലാണ്, ആലങ്കാരികമാണ്. അതുകൊണ്ട് ആ പദവി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ റിവേഴ്സ് ചെയ്യാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റായ മൈക്ക് പെൻസിന് സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവും സെനറ്റും 2 വ്യത്യസ്ത ചേംബറുകളായി ചേർന്ന് അരിസോണയിൽ നിന്നുള്ള വോട്ടിന്റെ കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം റിപ്പബ്ലിക്കൻസ് ഉയർത്തിയതിനെ തുടർന്നുള്ള ചർച്ചയിൽ ഏർപ്പെടുന്നു. അതിനുശേഷം ഇനി അടുത്ത നിർണായകമായ ഒരു കീ സ്റ്റേറ്റിലേക്ക് എത്തും. അവിടെയും ഒബ്ജക്ഷൻ ഉണ്ടാവും. ഈ വിഷയത്തിൽ വീണ്ടും സംയുക്തമായി സഭ ചേർന്നതിനു ശേഷമായിരിക്കും. ഇതിൽ റിപ്പബ്ലിക്കൻസ് മുന്നോട്ട് വയ്ക്കുന്നത് 50 പ്രധാനപ്പെട്ട കേസുകളാണ്. ഇതിനകം തന്നെ റിപ്പബ്ലിക്കൻസ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സുപ്രീം കോടതിയിൽ എത്തിച്ചത്. പക്ഷേ ഓരോ കേസിലും പരാജയമായിരുന്നു റിപ്പബ്ലിക്കൻസിന്റെ വിധി. 50 കേസുകളിലും അമേരിക്കയിൽ റിപ്പബ്ലിക്കൻസ് ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമസാധുത ഡൊണാൾഡ് ട്രംപിന്റെയോ റിപ്പബ്ലിക്കൻസിന്റെയോ ക്ലെയിമിന് ഈ ഘട്ടത്തിലില്ല. അതുകൊണ്ട് അമേരിക്കയുടെ ഭരണഘടന പ്രകാരം വൈസ് പ്രസിഡന്റിന് റദ്ദ് ചെയ്യാൻ കഴിയില്ല. സെനറ്റിനും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിനും തടഞ്ഞു വെക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ ഇറഗുലാരിറ്റി ഉണ്ട് എന്ന് ഒരുപക്ഷെ ഈ ചർച്ചയിലൂടെ ബോധ്യപ്പെടാനുമുള്ള സാഹചര്യമില്ല. പക്ഷേ ഈ പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാവും. പക്ഷേ അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയാണ്, ആ ശ്രമമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വാഷിംഗ്ടൺ DC-യിൽ തന്നെ അദ്ദേഹം
അദ്ദേഹം പറഞ്ഞു, ഐ ആം നോട്ട് റെഡി ഫോർ കൺസീഡിംഗ്, വഴങ്ങാൻ ഞാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. നിയമം 50 തവണ കോടതികളിൽ പരാജയപ്പെട്ട ഡൊണാൾഡ് ട്രംപിന് ഒരുപക്ഷെ ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാം എന്നതിനപ്പുറത്തേക്ക് ഈ ദിവസം കടന്നു കിട്ടുക ബുദ്ധിമുട്ടായിരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായാൽ പിന്നെ ജനുവരി മാസം 20-ാം തീയതി അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ കലണ്ടർ അനുസരിച്ച് ജനുവരി മാസം 20-ാം തീയതി അമേരിക്കൻ പ്രസിഡന്റായി 46-ാം പ്രസിഡന്റായി ജോ ബൈഡൻ അധികാരത്തിലെത്തും. കമല ഹാരിസ് വൈസ് പ്രസിഡന്റായി തീരുകയും ചെയ്യും. ഉന്മേഷ്. ഡോക്ടർ കിരൺ കുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇപ്പോൾ US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനം തുടരുന്നു. തത്സമയ The allegations of fraud are baseless, and a substantial bipartisan majority must vote to put down these objections and defend the sanctity of our elections and indeed our great and grand democracy, because that's what we're talking about today, the health of our democracy, this wonderful, beautiful, grand democracy where the peaceful passing of the torch is extolled by school children. UAE കോവിഡ് കേസുകളിൽ വർധന. ഇന്ന് 2067 കോവിഡ് കേസുകളും 4 മരണവും റിപ്പോർട്ട് ചെയ്തു. 22 ദശലക്ഷത്തിലധികം കോവിഡ് പരിശോധനകളാണ് ഇതുവരെ UAE നടത്തിയത്. UAE ഇതാദ്യമായാണ് പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 2000 കടക്കുന്നത്. ഇന്ന് 2067 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പുതുതായി 2199 പേർ രോഗമുക്തി നേടി. ഇന്ന് കോവിഡ് ബാധിച്ച് 4 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 2,18,766 ആയിട്ടുണ്ട്. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് 689 പേരാണ് മരിച്ചത്. 1,95,520 പേർക്ക് ഇതുവരെ രോഗമുക്തി നേടാനായതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ 22,557 പേരാണ് കോവിഡ് ബാധിച്ച് UAE ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 1,56,553 പരിശോധനകൾ കൂടി രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. 22 ദശലക്ഷത്തിലധികം കോവിഡ് പരിശോധനകളാണ് രാജ്യത്ത് ഇതുവരെ നടത്തിയത്. അതിനിടെ UAE ഇതുവരെ 8% പേർക്ക് കോവിഡ് വാക്സിൻ കുത്തിവയ്പ് നടത്തിയതായി ആരോഗ്യവകുപ്പ് വക്താവ് ഡോക്ടർ ഫരീദ അൽ ഹുസാനി അറിയിച്ചു. ആദ്യ 3 മാസം പിന്നിടുമ്പോൾ UAE 50% പേർക്കും വാക്സിൻ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ഡോക്ടർ ഫരീദ അൽ ഹുസാനി പറഞ്ഞു. 24 ദുബായ്. ഒമാനിൽ 114 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് 2 പേർ കൂടി മരിച്ചതായും ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് 114 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഒമാനിൽ കോവിഡ് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 1,29,888 ആയി. ഇന്ന് 2 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1504 പേരാണ് കോവിഡ് ബാധിച്ച് നിലവിൽ ഒമാനിൽ മരിച്ചത്. 50 പേർ കൂടി രോഗമുക്തരായതോടെ ഒമാനിൽ രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,22,456 ആയി. 94.3% നിലവിൽ ഒമാനിലെ കോവിഡ് രോഗമുക്തി നിരക്ക്. 24 മണിക്കൂറിനിടെ കോവിഡ് മൂലം 8 രോഗികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 67 ആയി. ഇതിൽ 26 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ കോവിഡ് വാക്സിന്റെ വിതരണവും ഒമാനിൽ പുരോഗമിക്കുകയാണ്. 24 ഒമാൻ. സൗദി അറേബ്യയിൽ 118 പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 144 പേർ സുഖം പ്രാപിച്ചു. കോവിഡ് മൂലം 7 മരണം കൂടി സ്ഥിരീകരിച്ചു. സൗദിയിൽ ഇന്ന് 118 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 114 പേർ രോഗമുക്തരാവുകയും കോവിഡ് കേസുകളുടെ ആകെ എണ്ണം 3,63,377 രോഗമുക്തരായവരുടെ എണ്ണം 3,54,899 ഉയർന്നു. 97.66% രോഗമുക്തി നിരക്ക്. 7 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കോവിഡ് മരണസംഖ്യ ഇതോടെ 6,272 ആയി. 2,206 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 351 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. 24 മണിക്കൂറിനിടെ 39,795 സാമ്പിളുകൾ പരിശോധിച്ചു. 0.29% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്ന് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രവിശ്യകൾ ഇങ്ങനെ: റിയാദ് പ്രവിശ്യ 43, മക്ക പ്രവിശ്യ 38, കിഴക്കൻ പ്രവിശ്യ 14, അസീർ പ്രവിശ്യ 7, മദീന പ്രവിശ്യ 4, വടക്കൻ അതിർത്തി പ്രവിശ്യ, ജസാൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ 3, തബൂക്ക് പ്രവിശ്യ, ഹായിൽ പ്രവിശ്യ എന്നിവിടങ്ങളിൽ 2, കസീം പ്രവിശ്യ, നജ്റാൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ 1. അൽബഹ പ്രവിശ്യയിലും അൽജോഫ് പ്രവിശ്യയിലും ഇന്ന് കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൗദിയിൽ കൂടുതൽ രോഗമുക്തി നേടിയ പ്രവിശ്യകൾ ഇങ്ങനെ: റിയാദ് പ്രവിശ്യ 37, മക്ക പ്രവിശ്യ 29, കിഴക്കൻ പ്രവിശ്യ 28, അസീർ പ്രവിശ്യ 11, മദീന പ്രവിശ്യ 10. സുബൈറുദ്ദീൻ 24 തമാം.
കുവൈറ്റിൽ 411 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 1,52,438 ഉയർന്നു. കുവൈറ്റിൽ മുൻ ദിവസങ്ങളിലെ അപേക്ഷിച്ച് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഇന്നും നേരിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 411 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 1,52,432 വൈറസ് ബാധയെ തുടർന്ന് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത തുടർച്ചയായ രണ്ടാം ദിനമായിരുന്നു ഇന്ന്. വൈറസ് ബാധയേറ്റ് കഴിഞ്ഞ ദിവസം വരെ മരിച്ചവരുടെ ആകെ എണ്ണം 938. അതേസമയം രോഗമുക്തി നേടിയവരുടെ കണക്ക് നോക്കിയാൽ 231 പേരാണ് ഇന്ന് രോഗമുക്തരായത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 1,48,15 നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണവും തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. 3,485 ആക്റ്റീവ് കേസുകളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇവരിൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണം 56. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10,558 പേരിൽ കോവിഡ് പരിശോധന നടത്തിയതായും ഇതുവരെയായി രാജ്യത്ത് 12,87,775 പരിശോധനകളാണ് നടത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 24 കുവൈറ്റ്. ഖത്തറിൽ 24 മണിക്കൂറിനിടെ 209 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 126 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ സാമൂഹ്യ വ്യാപനത്തിലൂടെയുള്ള കേസുകൾ 167 42 പേർ യാത്രക്കാരാണ്. ഇതോടെ ചികിത്സയിലുള്ള മൊത്തം രോഗികളുടെ എണ്ണം 2,634 ഉയർന്നു. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 288. ഇതിൽ 32 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. രാജ്യത്ത് ഇന്ന് കോവിഡ് മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ ആകെ മരണപ്പെട്ടത് 245 പേരാണ്. 10,082 പേർക്കാണ് ഇന്ന് കോവിഡ് പരിശോധന നടത്തിയത്. കോവിഡിന്റെ തീവ്രതയെ രാജ്യം അതിജീവിച്ചെങ്കിലും കോവിഡ് പൂർണ്ണമായും നീങ്ങുന്നതുവരെ ജാഗ്രത തുടരണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തരുതെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സക്കരിയ സലാഹുദ്ദീൻ, 24 ദോഹ. സൗദിയിൽ കോവിഡ് വാക്സിൻ സംബന്ധിച്ച വ്യാജ സന്ദേശങ്ങൾ വഴി വ്യക്തിവിവരങ്ങൾ ചോർത്താൻ ശ്രമം നടക്കുന്നതായി അധികൃതർ മുന്നറിയിപ്പ് നൽകി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ഇമെയിൽ വിലാസമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഐഡിയാണ് ഇതിനായി സൈബർ കുറ്റവാളികൾ ഉപയോഗിക്കുന്നത്. കോവിഡ് വാക്സിൻ അതിവേഗം ലഭ്യമാക്കുമെന്നാണ് ഇമെയിൽ സന്ദേശം. സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് ഇത്തരം വ്യാജ സന്ദേശമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വ്യാജ സന്ദേശങ്ങളോട് പ്രതികരിക്കുന്നത് അപകടം ക്ഷണിച്ചുവരുത്തുമെന്ന് ജപ്പാൻ സൈബർ സുരക്ഷാ കമ്പനി ട്രെൻഡ് മൈക്രോ സൗദി ടെക്നിക്കൽ മാനേജർ അമീർ ഖാൻ പറഞ്ഞു. ഒരു ഹാക്കർ അല്ലെങ്കിൽ അറ്റാക്കറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമാണ്. വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അവർ ഫേക്ക് ആയിട്ടുള്ള എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഒറിജിനലുമായി മിനിസ്റ്റർ ഓഫ് ഹെൽത്തിന്റെ വെബ്സൈറ്റുമായി വളരെ സാദൃശ്യമുള്ള ഏതെങ്കിലും വെബ്സൈറ്റോ ഇമെയിലോ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൈവറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മിസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇവിടെ moh.gov.sa പകരം അവർ ഉപയോഗിച്ചത് moh.gov.sa.covid19@minister.com എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് ഇമെയിൽ വന്നാലും ഒന്നുകൂടെ ആലോചിച്ചിട്ട് റീവെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവൂ എന്നുള്ളതാണ്. നിലവിൽ കോവിഡ് വാക്സിനുകൾ വിപണിയിൽ ലഭ്യമല്ല. വില നിശ്ചയിച്ചിട്ടുമില്ല. സർക്കാർ ആശുപത്രികളിൽ മാത്രമാണ് വാക്സിൻ ലഭ്യമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, നിർമ്മാതാക്കളായ ഷിൻഗ്രിക്സ്, മൊഡേണ, ഫൈബർ ബയോടെക് എന്നീ കമ്പനികൾ സ്വകാര്യ ആശുപത്രികൾക്ക് പോലും വാക്സിൻ വിതരണം ചെയ്യുന്നില്ലെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. 6 മാസത്തിലേറെ UAE പുറത്ത് താമസിച്ച താമസ വീസക്കാർക്ക് ഈ വർഷം മാർച്ച് 31 UAE തിരിച്ചു വരാമെന്ന് വിമാന കമ്പനികൾ. എയർ ഇന്ത്യ എക്സ്പ്രസും ദുബായിയുടെ ബജറ്റ് എയർലൈനായ ഫ്ലൈ ദുബായും വെബ്സൈറ്റിലാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ GDRF അനുമതി നിർബന്ധമാണെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. കോവിഡ് മൂലം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് പുതിയ തീരുമാനം ഗുണകരമാകും. UAE-യിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചിട്ടില്ലെന്ന് സൗദി പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനി. അതേസമയം വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചതോടെ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ബസ് സർവീസിന് നീക്കം തുടങ്ങി.
മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് സൗദിയിലേക്ക് മടങ്ങാൻ UAE-യിലെത്തിയത്. 14 ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കി. ഇതിനിടെ ഡിസംബർ 21-ന് വീണ്ടും അതിർത്തികൾ അടച്ചു. ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചതോടെ പലരുടെയും യാത്ര മുടങ്ങി. കോവിഡിനെ തുടർന്ന് സൗദി പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനി UAE-യിലേക്കുള്ള സർവീസ് നിർത്തിവച്ചിരുന്നു. ഡ്രൈവർമാർക്ക് ക്വാറന്റൈനും ആരോഗ്യ സുരക്ഷയും ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ സർവീസ് പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂവെന്ന് സാപ്കോ വൃത്തങ്ങൾ പറഞ്ഞു. വിമാന ടിക്കറ്റ് നിരക്ക് 2800 ദിർഹമായി ഉയർന്ന സാഹചര്യത്തിൽ സാപ്കോ ബസ് വാടകയ്ക്കെടുത്ത് സർവീസ് നടത്താനാണ് മലയാളികളുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത്. സാപ്കോ ബസ് ലഭ്യമല്ലെങ്കിൽ സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളെയും ആശ്രയിക്കുന്നുണ്ട്. പരമാവധി 350 ദിർഹം ഈടാക്കി ഒരു ബസ്സിൽ 24 പേർക്ക് യാത്രാ സൗകര്യമൊരുക്കും. ഇത് സാധ്യമായാൽ UAE-യിൽ കുടുങ്ങിയ മലയാളികൾക്ക് കുറഞ്ഞ ചെലവിൽ സൗദിയിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. സൗദി അറേബ്യയിൽ റെസിഡന്റ് പെർമിറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാൻ സൗകര്യം. ഇതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടലായ അബ്ഷറിൽ നിന്ന് വ്യക്തികളുടെ രേഖകൾ ഡൗൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. താമസാനുമതി രേഖയായ ഇക്കാമ കൈവശം സൂക്ഷിച്ചില്ലെങ്കിൽ ഫൈൻ ഈടാക്കും. ഡിജിറ്റൽ ഇക്കാമ വരുന്നതോടെ ഇതിന് പരിഹാരം കാണാൻ കഴിയും. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ രേഖകളും ഡിജിറ്റലായി സൂക്ഷിക്കാം. പോലീസ് പരിശോധനയിലും ബാങ്ക് ഇടപാടുകളിലും സർക്കാർ ഓഫീസുകളിലും മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുന്ന ഡിജിറ്റൽ രേഖകൾ പരിഗണിക്കുമെന്ന് ആഭ്യന്തര സഹമന്ത്രി ബന്ദർ അൽ മുഷാരി പറഞ്ഞു. ഡിജിറ്റൽ രേഖകളുടെ ആധികാരികത മൈദാൻ ആപ്പ് വഴി പരിശോധിക്കാൻ പോലീസുകാർക്ക് കഴിയും. രാജ്യത്ത് വിദേശികൾ ഇക്കാമ ഉപയോഗിച്ച് നടത്തുന്ന മുഴുവൻ ക്രയവിക്രയങ്ങൾക്കും ഡിജിറ്റൽ രേഖ സ്വീകരിക്കും. ഡിജിറ്റൽ രേഖകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് അബ്ഷിർ ഇൻഡിവിജ്വൽ എന്ന മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അബ്ഷിറിന്റെ വെബ്സൈറ്റിൽ ഇത് ലഭ്യമല്ലെന്നും അധികൃതർ അറിയിച്ചു. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ അപ്പെക്സ് സംഘടനകളുടെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഓൺലൈൻ വോട്ടിംഗ് നാളെ നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയാണ് ഓൺലൈൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. ഡിസംബർ 26-ന് നടക്കേണ്ട തിരഞ്ഞെടുപ്പ് മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാരണങ്ങളാൽ നീട്ടിവെക്കുകയായിരുന്നു. ഇന്ത്യൻ കൾച്ചറൽ സെന്റർ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം, ഇന്ത്യൻ സ്പോർട്സ് സെന്റർ എന്നിവയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ് തൽക്കാലം നടത്തില്ലെന്ന് എംബസി നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പെക്സ് സംഘടനകളുടെ ഭാരവാഹിത്വത്തിലേക്ക് കരുത്തരായ നിരവധി സ്ഥാനാർത്ഥികൾ രംഗത്തുള്ളതിനാൽ ഇത്തവണ വീറും വാശിയും ഏറെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണവും അണിയറ നീക്കങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമാണ്. ICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കനത്ത മത്സരമാണ് നടക്കുന്നത്. ICBF-ൽ 3200 അംഗങ്ങളും ICC-യിൽ 2600ഓളം അംഗങ്ങളുമാണുള്ളത്. നിലവിലെ ICBF പ്രസിഡന്റായ PN ബാബുരാജനാണ് ഇത്തവണ ICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ജൂട്ടാസ് പോൾ ആണ് ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മറ്റൊരു പ്രമുഖൻ. നിലവിൽ ICBF മാനേജ്മെന്റ് കമ്മിറ്റി അംഗമാണ് ജൂട്ടാസ്. ഖത്തറിലെ പ്രമുഖ ഡോക്ടറും അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ മോഹൻ തോമസ് ആണ് ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ശ്രദ്ധേയനായ സ്ഥാനാർത്ഥി. നിലവിൽ ISC വൈസ് പ്രസിഡന്റായ ഷറഫ് P. അമീദാണ് പ്രധാന എതിരാളി. ICBF പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാനേജ്മെന്റ് കമ്മിറ്റി അംഗവും സ്പോൺസർഷിപ്പ് ആൻഡ് ഈവന്റ്സ് ഹെഡുമായ സിയാദ് ഉസ്മാനാണ് മത്സരിക്കുന്നത്. നിലവിലെ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ പിള്ളയും ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് നടക്കാത്ത IBPC-യുടെ ഭരണത്തിനായി അഡ്ഹോക് കമ്മിറ്റി രൂപവൽക്കരിക്കാനാണ് തീരുമാനം. ഈ കമ്മിറ്റി കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുക. സക്കരിയ സലാഹുദ്ദീൻ, 24, ദോഹ. കേരളത്തിൽ സിനിമാ തിയേറ്ററുകൾ തുറക്കുന്നതിൽ പ്രതിസന്ധി തുടരുമ്പോഴും കെനിയയിൽ ഒരു മലയാള ചിത്രം റിലീസ് ചെയ്തു. നെയ്റോബിയിലാണ് മലയാളിയായ പ്രശാന്ത് AB സംവിധാനം ചെയ്ത IV എന്ന മലയാള ചിത്രം പ്രദർശനം തുടങ്ങിയത്. 24 പ്രതിനിധി ഷെറി യോഹനൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കെനിയയിലെ മലയാളികൾക്ക് ഇന്ന് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ദിവസമാണ്. കെനിയയിൽ തന്നെ നിർമ്മിച്ച ഒരു മലയാള സിനിമ കെനിയൻ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ ഷോ കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ ഷോയിലേക്ക് ആളുകൾ കയറിയിട്ടുണ്ട്. ഇതിൽ വളരെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണിന്ന്. കാരണം എല്ലാവരും അംഗീകരിച്ചു. ഇവിടുത്തെ മലയാളികൾ എല്ലാവരും ഇവിടെ വന്നു കണ്ടു, ഇതെല്ലാം അംഗീകരിച്ചു. അതിൻ്റെ സന്തോഷത്തിലാണ് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരും. ഇതിൻ്റെ പ്രൊഡ്യൂസർ തോമസ് കുരിശിങ്കലാണ്.
ഒത്തിരി സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. കാരണം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ടു. നല്ലൊരു മെസ്സേജാണ് നമ്മൾ ഈ സിനിമയിലൂടെ കൊടുത്തത്. ഏറ്റവും കൂടുതൽ സന്തോഷം ഒരു മലയാള സിനിമ കെനിയയിൽ ഉണ്ടാക്കി, കെനിയയിൽ നിർമ്മിച്ചു, അതിവിടെ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റിയാൽ വി ആർ സോ ഹാപ്പി ആൻഡ് വി ആർ ഗോയിങ് അഹെഡ് വിത്ത് ലോട്ട് ഓഫ് പ്രൊജക്ട്സ്. രണ്ടാമത്തെ ചിത്രം കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് ഇവിടുത്തെ ഭാഷയിൽ തന്നെയാണ്, മലയാളം ഉണ്ടെങ്കിൽ പോലും. മൂന്നാമത്തതും നമ്മൾ കേരളത്തിലാണ് ചെയ്തത്. രണ്ടാമത്തെ ചിത്രം പൂർണ്ണമായും കെനിയയിലും മൂന്നാമത് കേരളത്തിലും ചെയ്തു. ഇന്ന് ഇവിടുത്തെ ഓഡിയൻസിൻ്റെ തിരക്കും ഈ അടുത്ത തിയേറ്ററിൽ ഇപ്പോൾ രണ്ടാമത്തെ ഷോയിനും അത് ഫുള്ളാണ്. കേരള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ മിസ്റ്റർ മാത്യൂസ് പുലിക്കൽ IV എന്ന സിനിമയുടെ പ്രദർശനത്തിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കേരള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്ത് തോന്നുന്നു? ഇതിൻ്റെ ഡയറക്ടർ പ്രശാന്തും ഇതിൻ്റെ പ്രൊഡ്യൂസർ തോമസും അവരെടുത്തൊരു ധൈര്യം ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. ഇങ്ങനെയൊരു സിനിമ ചെയ്തു, അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇവിടെ റിലീസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഇന്നിപ്പോൾ നമ്മൾ ഈ ഷോയ്ക്ക് വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഭയങ്കര മിക്സ്ഡ് ക്രൗഡാണ്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് ഉണ്ട്, ബാക്കി മലയാളികളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സിനിമ എടുത്തു, അത് ഇത്രയും സക്സസ്ഫുള്ളായിട്ട് ഓടിക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രതീക്ഷിച്ചതിലപ്പുറം ഒരു ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. വളരെ വളരെ ടച്ചിങ്, ശരിക്കും ഹൃദയത്തിലോട്ട് അടിച്ചു കയറി. ഗുഡ് മൂവി ആൻഡ് ഫസ്റ്റ് ടൈം I watched Kerala movie. It was lovely. ഷെറി, 24 കെനിയ. ഫോക്കസ് പൂർത്തിയാകുന്നു. നമസ്കാരം.